ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡാഫോഡിൽസ്. ഇന്ന് നമ്മൾ ആരി വർക്കിൻ്റെ ബിഗിനേഴ്സിന് പറ്റിയൊരു ക്ലാസ്സാണ്. നമ്മൾ ഓരോ ഷേപ്സിൽ കൂടെ എങ്ങനെയാണ് ആരി വർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ട് ഞാൻ ട്രയാങ്കിളും ഒരു സർക്കിളും ഒരു സ്ക്വയറും വരച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ ത്രെഡിൻ്റെ ഒരു വൺ സൈഡ് നോട്ട് ഇടണം. നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ ഷേപ്പാണ് ചെയ്യാൻ പോണത്. നമ്മളെപ്പോഴും ഒരു സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാതെ ഒരു ബാക്ക് സ്റ്റിച്ച് ആദ്യം എടുത്തിട്ട്, അതായത് ചെയിൻ സ്റ്റിച്ച് തന്നെ ബാക്കിലോട്ടൊരു ചെയിൻ ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് അവിടെ നിന്ന് ലോക്കാവും. അതിനു വേണ്ടിയാണ് ആ ബാക്ക് സ്റ്റിച്ച് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയിൻ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകണം. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുവാൻ തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കമൻ്റൊക്കെ ചെയ്യണം. ക്യാമറയും കൂടെ നോക്കി ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും കാണാനുണ്ട്. ക്യാമറ വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേനും സ്റ്റിച്ച് മാറിപ്പോകും. വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആരി വർക്ക് ഒരു പാടായിട്ട് തോന്നുകയില്ല. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതാണ്. ഞാൻ അതിനു വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോർജറ്റ് മെറ്റീരിയൽ ചെയ്യുന്നത്. എൻഡ് നോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് അവിടെ ഒരു നമ്മുടെ വർക്ക് നിർത്തുകയാണ്, ഒരു കോണിലെത്തിയില്ലേ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എവിടെയാണോ നമ്മൾ വർക്ക് നിർത്തേണ്ടത് അതിന് ഫ്രണ്ടിലേക്കൊരു ചെറിയ സ്റ്റിച്ച് എടുക്കുക, ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നീഡിൽ തിരിക്കുക. ഇനി ഏത് ഡയറക്ഷനിലാണോ പോകേണ്ടത് അങ്ങോട്ട് തിരിച്ച് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് എല്ലാ കോർണേഴ്സിലും ചെയ്യേണ്ടത്. നമ്മുടെ വർക്ക് തീരണ ആ സ്ഥലത്ത് നിന്ന് ഫ്രണ്ടിലോട്ട് ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് കൂടെ എടുത്തിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ടേൺ ചെയ്യുക. ഏത് സൈഡിലോട്ടാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അങ്ങോട്ട് ടേൺ ചെയ്ത് ചെയ്യാം. ഇങ്ങനെ ഈ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നല്ല വ്യക്തമായിട്ട് മനസ്സിലാകും. എല്ലാവരും വീഡിയോ വളരെ ശ്രദ്ധിച്ച് കാണുക, എന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഏകദേശം നമ്മുടെ വർക്ക് ട്രയാങ്കിളിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. വർക്ക് ടേൺ ചെയ്യുക, നെക്സ്റ്റ് സൈഡിലേക്ക് നമ്മൾ ചെയ്യുക. ഇനിയുള്ള വീഡിയോകളൊക്കെ ഇത്ര ലെങ്തി ആവാതെ കുറച്ച് ചുരുക്കിയിടാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണണം, കാരണം ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. അവരിത് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാകും എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് ത്രെഡ് എടുക്കണത് എന്നൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സാധാരണ എൻഡ് നോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നീഡിൽ താഴെ നിന്ന് കുത്തിയെടുത്ത് ആ ചെയിൻ, ലാസ്റ്റ് ചെയ്ത ചെയിനിനെ അടിയിലേക്ക് തന്നെ താഴേക്ക് തന്നെ വലിച്ച് അതിൻ്റെ അകത്തൂടെ നോട്ടിടുക. നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ടേൺ ചെയ്ത് അവിടെ നോട്ട് ചെയ്യുക. അത് ഈസിയാണ്, അറിയാമല്ലോ. ഏറ്റവും ഈസിയായിട്ട് നോട്ട് ചെയ്യുന്ന രീതി ഇതാണ്. ആ ചെയിൻ്റെ അകത്തൂടെ നമ്മൾ ലാസ്റ്റ് ത്രെഡ് വലിച്ച് ടൈറ്റ് ചെയ്യുക.
ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷേപ്സിലും കാണിക്കുന്നത് കൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്ത് ആയത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഷേപ്പിലോട്ട് പോവാം. സർക്കിൾ ഷേപ്പ്. നീഡിൽ നമ്പർ 14 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം കാണിക്കാൻ വിട്ടുപോയായിരുന്നു. പിന്നെ നമ്മുടെ ത്രെഡിൻ്റെ എൻഡിലാണ് നമ്മൾ നോട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ സെയിം പ്രൊസീജിയർ തന്നെ. ചെയിൻ സ്റ്റിച്ച് ഇടാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്സ് എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സർക്കിൾ ഓവൽ ഷേപ്പിനൊന്നും വേറെ കോർണേഴ്സ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സാധാരണ ചെയിൻ സ്റ്റിച്ച് ഇട്ടങ്ങ് പോയാൽ മതി. സ്ക്വയർ, ട്രയാങ്കിൾ അങ്ങനത്തെ ഷേപ്സൊക്കെ ആകുമ്പോഴാണ് അതിന് എഡ്ജസ് വരും. അപ്പോഴാണ് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രണ്ടിലോട്ട് എൻഡ് നോട്ട് ഇടുക. എന്നിട്ട് എങ്ങോട്ടാണോ നമ്മളുടെ അടുത്ത ചെയിൻ പോകേണ്ടത് അങ്ങോട്ട് നീഡിൽ തിരിച്ച് വെച്ച് അടക്കുക. അപ്പോൾ അവിടെ ഒരു നോട്ടാകും. നമ്മുടെ വർക്ക് തീരുന്ന ആ സ്ഥലത്ത് നമ്മളൊരു എൻഡ് നോട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ബാക്കി ഷേപ്സിനൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നല്ല ഭംഗിയായിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടുക. അത്രയേ ഉള്ളൂ. നമ്മുടെ സർക്കിൾ ഏകദേശം ചെയ്ത് കഴിയാറായിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം. ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോയിൽ വരുമ്പോഴത്തേനും നല്ലതായി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എനിക്കറിയാം എൻ്റെ വീഡിയോയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. ക്ലിയറായിട്ട് കാണുന്നില്ല. എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ നല്ല രീതിയിലുണ്ട്. ഇനിയുള്ള വീഡിയോയിലൊക്കെ അതൊക്കെ മാറ്റി നമുക്ക് നല്ല വീഡിയോസായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മുഴുവൻ കാണുക. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ആരി വർക്ക്. ഇത് വലിയൊരു കാര്യമൊന്നുമല്ല. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാം. കുറച്ച് സമയം ഇതിനു വേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ ഈ സ്ക്വയർ ഷേപ്പ് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. ആദ്യം ഒരു ചെയിൻ എടുക്കുക. ചെയിൻ എടുത്തല്ലോ. എന്നിട്ട് നമ്മൾ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ബാക്കിലോട്ട് പോവുക. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച്. അത് ബാക്ക് സ്റ്റിച്ച് പോലെ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യണത്. ഒന്നാണ് നമ്മുടെ സ്റ്റിച്ച് അവിടെ ലോക്കായി, നല്ല രീതിയിൽ ലോക്കായി. സാധാരണ നമ്മൾ ഫ്രണ്ടിലോട്ട് ചെയ്ത് പോയാൽ പെട്ടെന്ന് എവിടെയെങ്കിലും തട്ടി അങ്ങ് പെട്ടെന്ന് അഴിഞ്ഞ് വരും. നമ്മുടെ ആരി വർക്കിൻ്റെ ഒരു പ്രശ്നമേ അതാണ്. എവിടെയെങ്കിലും വെച്ച് ഒന്ന് പിടിച്ചിതാക്കി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫുള്ള് അഴിഞ്ഞു വരും. അപ്പോൾ അതിന് ചെറിയൊരു നോട്ട് കൊടുക്കുന്നതാണ് നമ്മളങ്ങനെ ബാക്കിലോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ടിലോട്ട് ചെയ്ത് പോവുക. ഇനി ഫ്രണ്ടിലോട്ട് ചെറിയൊരു നോട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ വർക്കിൻ്റെ ടേൺ ചെയ്യുന്ന ടൈമാണ്. പക്ഷേ നമ്മളവിടെ ഫ്രണ്ടിലോട്ട് ഒരു നോട്ട് കൊടുത്ത് പിന്നീടാണ് നമ്മൾ നെക്സ്റ്റ് സൈഡിലോട്ട് ചെയ്യുന്നത്.
നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കേണ്ടതാണ്. എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.